എന്താണ് ഈ 7 ലക്ഷണങ്ങൾ? മഹാവിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ, മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന 7 ലക്ഷണങ്ങളുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഒരു മനുഷ്യായുസിലെ സകല ഗുണങ്ങൾക്കും കാരണഭൂതനാണ് സാക്ഷാൽ ആദിനാരായണൻ അഥവാ മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. സർവ സംരക്ഷണത്തിന്റെയും പ്രപഞ്ച നിയന്ത്രണത്തിന്റെയും സകല ഐശ്വര്യത്തിന്റെയും അധിപതിയാണ് മഹാവിഷ്ണു ഭഗവാൻ. മനസ്സിൽ തട്ടി ഏത് ആപൽഘട്ടങ്ങളിൽ നിന്ന് വിളിച്ചാലും ഓടിയെത്തി നമ്മളെ സഹായിക്കുന്ന ദേവനാണ് മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും എല്ലാം വന്നു ചേരുന്നത് അല്ലെങ്കിൽ വന്നു ചേരണമെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ പ്രീതി ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രസാദിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 7 ലക്ഷണങ്ങളെ കുറിച്ചാണ്. എന്താണ് ഈ 7 ലക്ഷണങ്ങൾ? മഹാവിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ, മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന 7 ലക്ഷണങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഈ 7 ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിങ്ങളുടെ ജീവിത വഴിയിലോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, വരും ദിവസങ്ങൾ ഐശ്വര്യത്തിൻ്റെതാണ്. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ പിറക്കാൻ പോവുകയാണ്. ആ 7 ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് മുഴുവൻ കേട്ടു നോക്കുക. ഈ 7 എണ്ണത്തില് എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതൊന്ന് പറയുക. ഇതുണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ലക്ഷണം, ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിക്ക്, നല്ല കാലം ആരംഭിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിമിത്തമാണിത്. മറ്റൊന്നുമല്ല, ഉറക്കത്തില് നല്ല ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഓടക്കുഴൽ നാദം കേട്ട് ഞെട്ടി ഉണരും. ചിലപ്പോൾ അർദ്ധരാത്രിയിലായിരിക്കും, ചിലപ്പോൾ പകലുറക്ക സമയങ്ങളിലായിരിക്കും. എന്തെന്നില്ലാതെ കാതിന് ആനന്ദം നൽകുന്ന ആ ഒരു സംഗീതം നിങ്ങൾ കേൾക്കും. പെട്ടെന്നായിരിക്കും നിങ്ങൾ ഉണരുന്നത്. എന്നാൽ ഉണരുമ്പോഴേക്കും ആ സംഗീതം നിലയ്ക്കുകയും നിങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റെവിടെയും സംഗീതമോ കാര്യങ്ങളോ വരാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇത് ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾക്കുണ്ടാകാം. അങ്ങനെ ഓടക്കുഴൽ നാദം കേട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവത് സാന്നിധ്യമാണ്, ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ, ഭഗവാൻ തൊട്ടുണർത്തുന്നതിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ, ഈ മൂന്നിൽ ഏതെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വരാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഭഗവാന്റെ പല അവതാരങ്ങളുണ്ട്, പല രൂപങ്ങളുണ്ട്. അതില് ഏതെങ്കിലും ആവാം. ശ്രീകൃഷ്ണ അവതാരമാകാം, ശ്രീരാമ അവതാരമാകാം, നരസിംഹാവതാരമാകാം, ഏത് അവതാരവും ആയിക്കൊള്ളട്ടെ, ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം, നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്ര നടയിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ വാഹനമായ ഗരുഡനെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന്റെ, നല്ല കാലം പിറക്കാൻ പോകുന്നതിന്റെ പ്രധാന ലക്ഷണമാണ്. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഏറ്റവും ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ഒരു വീട് രക്ഷപ്പെടാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. മറ്റൊന്നുമല്ല, തുളസി ചെടികള് വീട്ടില് ഒരു വനം പോലെ തളിർക്കുക അല്ലെങ്കിൽ പൂത്തുലയുക.
അല്ലെങ്കിൽ വളർന്നു വരിക എന്നുള്ളതാണ്. ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരുപാട് തുളസി ചെടികൾ ഇങ്ങനെ മുളച്ചു പൊങ്ങും. ചില വീടുകളിൽ കയറുന്ന സമയത്ത് തന്നെ വീട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും തുളസി ചെടികളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ പോലും വളർന്നു വരാത്ത ഒരു സാഹചര്യവും ചില വീടുകളിൽ ഉണ്ടാവും. തുളസി ചെടികൾ എല്ലാ വീടുകളിലും വളരില്ല. ചില വീടുകളിൽ നമ്മൾ എത്ര നല്ലോണം നട്ടു വളർത്തി പരിപാലിച്ചു കഴിഞ്ഞാലും അത് ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ഭഗവാന്റെ അനുഗ്രഹമില്ല എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇതുപോലെ വീട്ടിൽ മുഴുവൻ ഇങ്ങനെ തുളസിച്ചെടി താനെ കിളിർത്തു വരുന്നതും നമ്മൾ നട്ടു വളർത്തിയതായാലും ആ തുളസിച്ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്നതുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്, ഭഗവത് സാന്നിധ്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതം വച്ചടി കുതിച്ചുയരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണിത്. നിങ്ങളുടെ ജീവിതം നന്നായി വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞു വീഴുക എന്നുള്ളതാണ്. ആലില അങ്ങനെ പൊഴിഞ്ഞു വന്ന് നിങ്ങളുടെ ദേഹത്ത് വീഴുന്നത് ഐശ്വര്യത്തിന്റെ നിമിത്തമാണ്, ഭഗവാന്റെ അനുഗ്രഹ വർഷത്തിന്റെ നിമിത്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അപൂർവമായേ ഉണ്ടാകാറുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആൽമരത്തിൽ നിന്ന് ആലില പറന്നു വന്ന് നിങ്ങളുടെ തലയിലോ ദേഹത്തോ വന്ന് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നതിന്റെ ഏറ്റവും നല്ല സൂചനയാണിത്. ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് തെച്ചി പൂക്കുന്നതാണ്. ഒരു വീടായി കഴിഞ്ഞാൽ വളർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയാണ് തെച്ചി എന്ന് പറയുന്നത്. തെച്ചി നിങ്ങളുടെ വീട്ടിൽ പൂക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വരവ് ആ വീട്ടിൽ ഉണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് തെച്ചിപ്പൂവ്. ഈ തെച്ചി കാട് പോലെ നിങ്ങളുടെ വീട്ടിൽ പൂത്തു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവത് സാന്നിധ്യം, ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഇനി ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത്, അത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിക്കൊള്ളട്ടെ, ആ സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അതല്ലാതെ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും അങ്ങനെ ഏതൊരു സമയത്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കാറ്റില് നിങ്ങൾക്കൊരു കളഭ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സുഗന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവത് സാന്നിധ്യമാണ് കാട്ടിത്തരുന്നത്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നതാണ് ഇതിൽ നിന്നും നിങ്ങൾ അർത്ഥമാക്കേണ്ടത്. ഇത് ചിലർക്കുണ്ടാകാറുണ്ട്. ഒരു തണുപ്പും ഒരു കുളിർമയും പെട്ടെന്ന് എങ്ങു നിന്നോ അറിയാത്ത ഒരു കളഭ സുഗന്ധവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ ആ ഒരു പരിസരത്ത് തന്നെയുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകും. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇനി അടുത്ത ലക്ഷണം, ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഉപ്പന്റെ സാന്നിധ്യമാണ്. ഉപ്പൻ എന്ന പക്ഷിയെ നമുക്ക് നിസ്സാരക്കാരനായിട്ട് തള്ളിക്കളയാനാവില്ല. ഭഗവാന്റെ ചൈതന്യമുള്ള അല്ലെങ്കിൽ നമുക്ക് പല ലക്ഷണങ്ങളും കാട്ടിത്തരുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. പല സ്ഥലങ്ങളിൽ ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെമ്പോത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് നിങ്ങളുടെ വീടിനെ വലം വെച്ച് നടക്കുന്നുണ്ട് എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ഒരിക്കലും ഉപ്പനെ ഓടിച്ചു കളയരുത്, ഉപ്പനെ പറത്തിവിടരുത്. ഉപ്പൻ വന്നിരിക്കുന്നതും ഇങ്ങനെ ചുറ്റുന്നതും ഭഗവത് സാന്നിധ്യമാണ് കാട്ടിത്തരുന്നത്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതിൽ എത്ര ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന്റെ സൂചനയാണിത്. എത്രമാത്രം ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്നുള്ളത് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.